എന്തൊക്കെ കറികളുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു 10 കൂട്ടം കറി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒറ്റ ഐറ്റം മതി ഒരു പാത്രം ചോറുണ്ണാൻ. വേറെ കറികളൊന്നും വേണ്ട. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞു സവാളയുടെ പകുതി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 2 മുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാ നല്ല വാളക്കരുവാട് ഒന്ന് നല്ല നീറ്റായിട്ട് കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം ഈ സവാള ഞാനൊന്ന് അങ്ങോട്ട് ഇടട്ടെ. ഇതാ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഈ സവാള ഒന്ന് പതുക്കെ ഞാനൊന്ന് അങ്ങോട്ട് ഇടട്ടെ, അതൊന്ന് റെഡിയായി വരട്ടെ. അതിൻ്റെ കൂടെ തന്നെ ഈ പച്ചമുളകും കൂടെ ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരല്പം ഉപ്പ് കൂടെ ഇടാം, കാരണം ഈ ഉണക്കമീനിൻ്റെ ഉപ്പുണ്ട്, അതുകൊണ്ട് ഒരുപാടൊന്നും ഇടണ്ട. ഈ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം അല്പം ഉപ്പൊന്നും ഇടാം. ഇത്രയും മതി, ഒരല്പം മതി, കൂടിപ്പോകരുത്. എന്നാലും നമുക്ക് ഉപ്പ് കൂടിപ്പോയാൽ അറിയാമല്ലോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊന്ന് ഉള്ളി ഒന്ന് വഴണ്ടി വരട്ടെ. ഉള്ളിയൊക്കെ ഇച്ചിരി ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ആ സമയം നമ്മുടെ ഈ ഉണക്കമീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്താ ഇട്ടപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് നല്ലവണ്ണം ഫ്രൈ ആവട്ടെ. ഇനി നമുക്കൊരല്പം മുളക് പൊടിയും കൂടെ ചേർത്താൽ മതി, വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് റെഡിയായി വരട്ടെ. അങ്ങനെ നമ്മുടെ ഉണക്കമീനെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരല്പം മുളക് പൊടി കൂടെ ഒന്ന് തൂറ്റി കൊടുക്കാം, കാരണം എരിവുണ്ട്, പച്ചമുളക് ഇട്ടിരിക്കുന്നത് കൊണ്ട് എരിവുണ്ട്. എന്നാലും ഒരല്പം നിറത്തിനും കൂടെ വേണ്ടിയിട്ട് ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ, നല്ലവണ്ണം ഫ്രൈ ആയതാണ് വന്നിട്ടുണ്ട്. ഇനി ഒരു 2 സെക്കൻഡ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉണക്കമീൻ റെഡിയാവും. ഈ മുളകും കൂടെ ഒന്ന് നമ്മളിപ്പോൾ ഇട്ട ആ മുളക് പൊടിയും കൂടെ ഒന്ന് ആ പച്ചമണമൊന്ന് മാറിയാൽ നമ്മുടെ ഉണക്കമീൻ റെഡിയാവും. എൻ്റെ അമ്മേ എന്താ മണമെന്നറിയാവോ? ഇതാ അടിപൊളി ഉണക്കമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് പാത്രം ചൂടോടെ അങ്ങനെ കൊണ്ടുവച്ചിട്ട് നല്ല ചോറ് കഴിക്കാം. ആവശ്യ കപ്പയൊക്കെ കഴിക്കാനായിട്ട് എന്താ ടേസ്റ്റ് എന്നറിയാവോ? അപ്പോൾ ഞാനിതൊന്ന് പാത്രത്തിലോട്ടൊന്ന് മാറ്റട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഉണക്കമീൻ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. കണ്ടാൽ തന്നെ ഇത് അടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചോറുണ്ണാവുന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ കപ്പ പുഴുങ്ങിയതൊക്കെ ആണെങ്കിൽ ഇത് കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓക്കെ, ബൈ.